കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും മലപ്പുറം, വയനാട് ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. മെയ് 31 മുതൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അക്ഷയ കൃഷ്ണാനന്ദ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. അക്ഷയ, എന്താണ് മഴ മുന്നറിയിപ്പിൽ വന്ന മാറ്റം? കാലവർഷം എപ്പോഴത്തേക്ക് എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? കഴിഞ്ഞ ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം ഇത്ര ജില്ലകളിലൊന്നും തന്നെ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വന്ന മഴ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ സംസ്ഥാനത്ത് മഴയുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മറ്റന്നാൾ മുതൽ, അതായത് മെയ് 31 മുതൽ വീണ്ടും കേരളത്തിൽ മഴ ശക്തമാകും. മറ്റന്നാൾ, അതായത് 31-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾക്ക് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെങ്കിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുള്ളതിനാലാണ് ഈ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചത്. ഈ മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയോടൊപ്പം തന്നെ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്താൻ, അതായത് കാലവർഷം സംസ്ഥാനത്തെത്താൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വിനീഷ.